ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അൽപാരിയിലേക്ക് ക്രിപ്റ്റോ കറൻസി വഴി എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ അൽപാരി അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. നിങ്ങൾ അൽപാരിയിൽ അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അൽപാരിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. അൽപാരി അക്കൗണ്ട് ലോഗിൻ ചെയ്തതിന് ശേഷം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ അൽപാരി അക്കൗണ്ട് വെരിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായി നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മൊബൈലിലൂടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സ്ക്രീനിൻ്റെ ഇടതുവശം മുകളിലായിട്ട് പ്രൊഫൈൽ ഐക്കൺ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണിക്കുന്ന ഓപ്ഷനുകളിൽ വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വെരിഫൈ യുവർ ഐഡന്റിറ്റി എന്നതിന് താഴെയായി ഇതുപോലെ ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈഡ് ആണ്. ഇത് കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനായി ഫണ്ട്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. INRന്റെ താഴെയായി ഗോട്ട് എ പ്രൊമോ കോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതെന്താണെന്ന് വെച്ചാൽ അൽപാരിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അൽപാരി നൽകുന്ന ബോണസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രൊമോ കോഡ് എൻ്റർ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണിവിടെ. ഇപ്പോൾ നിലവിൽ അൽപാരിയിൽ 2 പ്രൊമോ കോഡുകൾ അവൈലബിൾ ആണ്. ഒന്ന് ഹലോ അൽപാരിയും മറ്റൊന്ന് ഗെറ്റ് 500 അൽപാരിയുമാണ്. ഇതിൽ ഹലോ അൽപാരി എന്നത് വെൽക്കം ബോണസാണ്. അതായത് അൽപാരിയിൽ നിങ്ങളുടെ ആദ്യത്തെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രൊമോ കോഡ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ $500 വരെ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ്. അൽപാരിയിലെ റിവാർഡ് പ്രോഗ്രാമുകളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ബോണസുകളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. ഈ അക്കൗണ്ടിലെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വെൽക്കം ബോണസ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതിനായി ഗോട്ട് എ പ്രൊമോ കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്തു വരുന്ന ബോക്സിൽ ഹലോ അൽപാരി എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത പ്രൊമോ കോഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ 2 മെത്തേഡിലാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുക. ഒന്നാമത്തേത് ക്രിപ്റ്റോ കറൻസിയിലും മറ്റൊന്ന് ലോക്കൽ കറൻസിയിലുമാണ്. ഇപ്പോൾ നമുക്ക് ക്രിപ്റ്റോ കറൻസിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്രിപ്റ്റോ കറൻസിയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 4 ക്രിപ്റ്റോ കോയിനുകൾ കാണാം. ബിറ്റ്കോയിൻ, എഥീരിയം, ട്രോൺ, ടെഥർ. ഇവയിൽ ഏതെങ്കിലും ഒരു കോയിൻ ഉപയോഗിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റ് ക്രിപ്റ്റോ കോയിനുകളെ അപേക്ഷിച്ച് നമ്മുടെ ഡെപ്പോസിറ്റ് വളരെ വേഗത്തിൽ ക്രെഡിറ്റ് ആവും. ഇനി നമുക്ക് ഈ 4 കോയിനുകളല്ലാത്ത മറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ക്രിപ്റ്റോ കോയിൻ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അതേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ USDT ആണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. ഞാൻ BEP20 അഥവാ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് പറയുന്നത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്രിപ്റ്റോ പ്രൊവൈഡറുടെ മിനിമം റിക്വയർമെന്റ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ നഷ്ടപ്പെടുന്നതാണ്. ഇവിടെ മിനിമം റിക്വയർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ കോയിനും പ്രൊവൈഡർ ഒരു മിനിമം എമൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇത് ഓരോ കോയിനിനും നെറ്റ്വർക്കിനും വ്യത്യാസമുണ്ടാകും. അതിലും കുറവായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ ഫെയിൽ ആവുകയും ഫണ്ട് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. രണ്ടാമത്തേത് പറയുന്നത് അൽപാരിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ $30 താഴെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ $3 ഫീ ആയിട്ട് പോകുന്നതാണ്. സോ $30 മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തേത് പറയുന്നത് അൽപാരിയുടെ റിട്ടേൺ ടു സോഴ്സ് പോളിസിയെക്കുറിച്ചാണ്. അതെന്താണെന്ന് വെച്ചാൽ അൽപാരിക്ക് ഒരു ക്ലോസ്ഡ് ലൂപ്പ് പോളിസിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡിൽ തന്നെയായിരിക്കണം വിഡ്രോ ചെയ്യേണ്ടതും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ലോക്കൽ കറൻസിയിൽ ഒരു $100 വില വരുന്ന ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അതുപോലെ ക്രിപ്റ്റോ കറൻസി വഴിയും ഒരു $100 കൂടി ഡെപ്പോസിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ വരുന്നത് $200 ആണ്. ഈ ഒരു ക്യാപിറ്റൽ ഉപയോഗിച്ച് നമ്മൾ $200 പ്രോഫിറ്റ് ഏൺ ചെയ്തു എന്ന് കരുതുക. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ബാലൻസ് വരുന്നത് $400 ആണ്. ഇവിടെ നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് പോളിസി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ലോക്കൽ കറൻസിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത $100 ലോക്കൽ കറൻസിയിൽ തന്നെ വിഡ്രോ ചെയ്യുക എന്നതാണ്. ഈ വിഡ്രോവൽ സക്സസ്ഫുൾ ആയതിനു ശേഷം ബാലൻസ് വരുന്ന $300 വെരിഫൈഡ് ആയിട്ടുള്ള മറ്റേത് മെത്തേഡിൽ വേണമെങ്കിലും വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇതിനിടയിൽ ലോക്കൽ കറൻസിയിൽ വീണ്ടും ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ആ ലൂപ്പ് വീണ്ടും കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതായത് എപ്പോഴും ലോക്കൽ കറൻസി ഡെപ്പോസിറ്റിനായിരിക്കും പ്രയോറിറ്റി നൽകുക. എല്ലാവർക്കും ക്ലോസ്ഡ് ലൂപ്പ് പോളിസി എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. മുകളിൽ കൊടുത്തിട്ടുള്ള ടേംസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഇവിടെ ടിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്രിപ്റ്റോ പ്രൊവൈഡറുടെ പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ക്രിപ്റ്റോ അഡ്രസ് കാണാം. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ബ്ലോക്ക് ചെയിൻ BNB സ്മാർട്ട് ചെയിൻ ആയതുകൊണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതും സെയിം നെറ്റ്വർക്കിലാണ്. ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ഡിഫറൻ്റ് ആയാൽ ഫണ്ട് നഷ്ടപ്പെടുന്നതാണ്. സോ ശ്രദ്ധിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുക.
ഇവിടെ കാണിക്കുന്ന QR സ്കാൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ താഴെ കാണുന്ന അഡ്രസ് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടോ നമുക്ക് ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ആവുന്നതാണ്. ശേഷം ഇവിടെ താഴെ വെയിറ്റിംഗ് ഫോർ ട്രാൻസാക്ഷൻസ് എന്ന് കണ്ടില്ലേ? നമ്മുടെ ഡെപ്പോസിറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണിക്കും. ഇത് കണ്ടാൽ നമുക്ക് ഈ ടാബ് ക്ലോസ് ചെയ്തുകൊണ്ട് അൽപാരിയിലേക്ക് തിരിച്ചു വരിക. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ചെക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അൽപാരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു.